Module 4 Directional Couplers and Two-hole Directional Couplers. Directional coupler is a 4-port device which is mainly used to sample microwave power. It can also be used to direct power from one point to another. And this directional coupler consists of two waveguides, that is primary waveguide and the secondary waveguide. In that figure, primary waveguide is represented as 1 to 2 and secondary waveguide is denoted by 3 to 4, port 3 to port 4. സോ ഇവിടെ രണ്ട് വേവ്ഗൈഡ് ജോയിൻ ചെയ്ത് വെച്ചിട്ടാണ് ഡയറക്ഷണൽ കപ്ലർ ഫോം ചെയ്യുക. ദെൻ ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് പ്രൈമറി വേവ് ഗൈഡിലാണ് നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ പ്രൈമറി വേവ് ഗൈഡിൽ നിന്ന് സെക്കൻഡറി വേവ് ഗൈഡിലേക്ക് പവർ കപ്പിൾ ചെയ്ത് പോകും. അങ്ങനെയാണ് അതിൻ്റെ ബേസിക് വർക്കിംഗ് എന്ന് പറയുന്നത്. ദെൻ ആ ഒരു ഡയറക്ഷണൽ കപ്ലറിൻ്റെ ഫിഗർ നോക്കുകയാണെങ്കിൽ പോർട്ട് 1ലാണ് ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ ഒബ്വിയസ്ലി ആ പ്രൈമറി വേവ് ഗൈഡിൻ്റെ അനദർ എൻഡിലും ഔട്ട്പുട്ട് ഉണ്ടാകും. ദാറ്റ് മീൻസ് 1ൽ ഇൻപുട്ട് കൊടുത്താൽ 2ൽ ഒബ്വിയസ്ലി ഔട്ട്പുട്ട് ഉണ്ടാകും. കപ്പിൾ ചെയ്തിട്ട് സെക്കൻഡറി വേവ് ഗൈഡിലെ പോർട്ട് 4ലേക്കും ഔട്ട്പുട്ട് പോകും. ബട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിൻ്റെ തൊട്ട് താഴെയുള്ള പോർട്ടിൽ ഔട്ട്പുട്ട് ഉണ്ടാവില്ല. ദാറ്റ് മീൻസ് 1ൽ ഇൻപുട്ട് കൊടുത്താൽ 2ലും 4ലും ഔട്ട്പുട്ട് ഉണ്ടാകും. പോർട്ട് 3ൽ ഔട്ട്പുട്ട് ഉണ്ടാവില്ല. സെയിം വേ പോർട്ട് 2ലാണ് ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ പോർട്ട് 1ൽ ഔട്ട്പുട്ട് ഉണ്ടാകും, 3ൽ ഔട്ട്പുട്ട് ഉണ്ടാകും, ബട്ട് 4ൽ ഔട്ട്പുട്ട് ഉണ്ടാകില്ല. അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള രണ്ട് പോർട്ടും. പോർട്ട് 3ലാണ് ഒരു ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ അത് കപ്പിൾ ചെയ്ത് പോർട്ട് 2ലേക്ക് കിട്ടും, ബട്ട് പോർട്ട് 1ൽ ഔട്ട്പുട്ട് ഉണ്ടാവില്ല. പോർട്ട് 4ലാണ് ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ കപ്പിൾ ചെയ്ത് പോർട്ട് 1ലേക്ക് ഔട്ട്പുട്ട് എത്തും. പോർട്ട് 4ൻ്റെ തൊട്ട് താഴെയോ മുകളിലോ ഉള്ള പോർട്ട്, ദാറ്റ് മീൻസ് പോർട്ട് 2ൽ ഔട്ട്പുട്ട് ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഒരു സൈഡ് മീൻസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള പോർട്ട്സ് എല്ലാം ഐസൊലേറ്റഡ് പോർട്ടാണ്. അതേപോലെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന പോർട്ട്സ് എല്ലാം ഐസൊലേറ്റഡ് ആണ്. മീൻസ് തൊട്ട് മുകളിലും താഴെയുമായിട്ട് വരുന്ന പോർട്ട്സ് ഐസൊലേറ്റഡ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഇവിടെ അങ്ങനെയാണെങ്കിൽ പോർട്ട് 1ഉം പോർട്ട് 3യും ഐസൊലേറ്റഡ് പോർട്ടാണ്. പോർട്ട് 2ഉം പോർട്ട് 4ഉം ഐസൊലേറ്റഡ് പോർട്ടാണ്. സോ ഇതാണ് ഡയറക്ഷണൽ കപ്ലറിൻ്റെ ബേസിക് ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു ഡയറക്ഷണൽ കപ്ലറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സാണ് കപ്ലിംഗ് ഫാക്ടർ ആൻഡ് ഡയറക്ടിവിറ്റി. ഓൾറെഡി ലാബിൽ ചെയ്തതാണ്. കപ്ലിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ പ്രൈമറി വേവ് ഗൈഡിൽ നിന്ന് സെക്കൻഡറി വേവ് ഗൈഡിലേക്ക് എത്രത്തോളം പവർ കപ്പിൾ ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. സോ ഇവിടെ കപ്ലിംഗ് ഫാക്ടർ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഇൻസിഡൻറ്റ് പവർ ടു ദി ഫോർവേഡ് പവർ. പ്രൈമറി വേവ് ഗൈഡിൽ നിന്ന് സെക്കൻഡറി വേവ് ഗൈഡിലേക്ക് കപ്പിൾ ചെയ്ത് പോകുന്ന പവർ, അതിനെയാണ് ഫോർവേഡ് പവർ എന്ന് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. സോ C is equal to 10 log 10 PI by PF. പോർട്ടിൻ്റെ ടേംസിൽ എഴുതുകയാണെങ്കിൽ 10 log 10 P1 by P4. സോ ഇതാണ് കപ്ലിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി ഡയറക്ടിവിറ്റി മീൻസ് ആ ഒരു ഫോർവേഡ് വേവിനെയും റിവേഴ്സ് വേവിനെയും ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാനുള്ള ഒരു എബിലിറ്റീനെയാണ് ഡയറക്ടിവിറ്റി എന്ന് പറയുന്നത്. ഡയറക്ടിവിറ്റി മീൻസ് 10 log 10 PF by PB, ഫോർവേഡ് പവർ ഡിവൈഡഡ് ബൈ ബാക്ക്വേർഡ് പവർ. ഇൻ ടേംസ് ഓഫ് പോർട്ട് എഴുതുകയാണെങ്കിൽ 10 log 10 P4 by P3. Then comes isolation. It defines the directive properties of a directional coupler. That means incident power, it is the ratio of incident power to the back power. I is equal to 10 log 10 PI by PB. ഐസൊലേഷനെ നമുക്ക് കപ്ലിംഗ് ഫാക്ടർ പ്ലസ് ഡയറക്ടിവിറ്റീൻ്റെ ടേംസിലും കൂടി എഴുതാം. സോ ഇത് മെയിനായിട്ട് വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡയറക്ഷണൽ കപ്ലറിൻ്റെ പാരാമീറ്റർ എന്ന് പറയുന്നത് കപ്ലിങ്ങും ഡയറക്ടിവിറ്റിയാണ്. ഈ രണ്ട് കാര്യം നമ്മൾ ഓൾറെഡി ലാബിൽ ചെയ്യുന്നതുമാണ്. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയറക്ഷണൽ കപ്ലർ. ഡയറക്ഷണൽ കപ്ലറിന് നമുക്ക് അതിൽ വരുന്ന നമ്പർ ഓഫ് ഹോൾസിൻ്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ 2-hole ഡയറക്ഷണൽ കപ്ലർ, 4-hole, റിവേഴ്സ് ഹോൾ, ഡെത്ത് ഹോൾ ഡയറക്ഷണൽ കപ്ലർ. അങ്ങനെ ആ വേവ് ഗൈഡ് മീൻസ് ആ ഒരു പ്രൈമറി വേവ് ഗൈഡും സെക്കൻഡറി വേവ് ഗൈഡും കപ്പിൾ ചെയ്തിട്ടാണ് ഈ ഒരു ഡയറക്ഷണൽ കപ്ലർ ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആ കപ്പിൾ ചെയ്യുന്നതിൻ്റെ അവിടെ, ആ കപ്ലിങ്ങിൻ്റെ അവിടെ കുറേ ഹോൾസ് ഫോം ചെയ്യും, കുറേ ഹോൾസ് ഉണ്ടാകും. ആ ഹോൾസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് 2-hole ഡയറക്ഷണൽ കപ്ലറാണ്. ദാറ്റ് മീൻസ് ആ ഒരു ഡയറക്ഷണൽ കപ്ലർ ഡിവൈസിൽ പ്രൈമറി വേവ് ഗൈഡിൻ്റെയും സെക്കൻഡറി വേവ് ഗൈഡിൻ്റെയും ഇൻ ബിറ്റ്വീനായിട്ട് ഇടയിൽ 2 ഹോൾസ് ആയിരിക്കും വരാം. നമ്മൾ ലാബിൽ ചെയ്യുന്ന ആ ഒരു ഡയറക്ഷണൽ കപ്ലർ മൾട്ടി ഹോൾ ഡയറക്ഷണൽ കപ്ലറാണ്. നമ്പർ ഓഫ് ഹോൾസ് അതിൻ്റെ അകത്ത് ഉണ്ടാവും, മൾട്ടിപ്പിൾ ഹോൾസ് ഉണ്ടാവും. സോ
സോ നെക്സ്റ്റ് ഇസ് ടു ഹോൾ ഡയറക്ഷണൽ കപ്ലർ. ഇപ്പം നമ്മൾ പറഞ്ഞു പ്രൈമറി വേവ് ഗൈഡും ഉണ്ടാവും, സെക്കൻഡറി വേവ് ഗൈഡ് ഉണ്ടാവും. സെക്കൻഡറി വേവ് ഗൈഡിൻ്റെ വേറൊരു പേരാണ് ഓക്സിലറി വേവ് ഗൈഡ്. സോ ഈ രണ്ട് വേവ് ഗൈഡും ജോയിൻ ചെയ്ത് വെച്ചിട്ടാണ് ഡയറക്ഷണൽ കപ്ലർ ഫോം ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് ടു ഹോൾ ഡയറക്ഷണൽ കപ്ലറാണ്. സോ ടു ഹോൾസ് ആണ്, അത് ആ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. 1 എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഹോളാണ്, 2 എന്ന് ഡിനോട്ട് ചെയ്തിട്ടുള്ളത് സെക്കൻഡ് ഹോളാണ്. ഇനി ഈ രണ്ട് ഹോൾസും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് λg/4 ആണ്. λg എന്ന് പറയുന്നത് ഗൈഡ് വേവ് ലെങ്ത് ആണ്. സോ അതിൽ ആ ഹോളിൽ കൂടി പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ആ ഒരു ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. സോ ഇതിന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വർക്കിങ്ങിൽ പറയും. സോ ഫസ്റ്റ് കേസ് നമ്മൾ എടുക്കുകയാണ്. പവർ ഇൻസിഡൻറ്റ് ചെയ്യുന്നത് പോർട്ട് 1-ലാണ്. സോ പോർട്ട് 1-ൽ ഒരു പവർ ഇൻസിഡൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോർട്ട് 2-ൽ ഒബ്വിയസ്ലി കിട്ടും. നമ്മൾ പോർട്ട് 4-ൻ്റെയും പോർട്ട് 3-ൻ്റെയും കേസാണ് പറയുക. സോ പോർട്ട് 1-ൽ കൂടി വരുന്ന പവറിന് ഫസ്റ്റ് ഹോളിൽ കൂടി ട്രാൻസ്മിറ്റ് ചെയ്ത് പോർട്ട് 4-ലെത്താം. സെയിം വേ സെക്കൻഡ് ഹോളിൽ കൂടി ട്രാൻസ്മിറ്റ് ചെയ്തും ഫോർത്ത് പോർട്ടിലെത്താം. അതാണ് ആ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഹോളിൽ കുറച്ച് ഡാർക്ക് ലൈനായിട്ട് കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹോളിൽ കൂടി അത് ട്രാവൽ ചെയ്ത് പോർട്ട് 4-ലെത്തും. ലൈറ്റ് ലൈനായിട്ട് കാണിച്ചിട്ടുള്ളതാണ് സെക്കൻഡ് ഹോളിൽ കൂടി സിഗ്നൽ ട്രാവൽ ചെയ്തും ഫോർത്ത് പോർട്ടിലേക്ക് എത്താം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഹോളിൽ കൂടിയാണ് വേവ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ആ വേവിന് വരുന്ന ഫേസ് ഡിഫറൻസ് പോർട്ട് 4-ലെത്തുമ്പോൾ വരുന്ന ഫേസ് ഡിഫറൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഫേസ് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 2π/λg ഇൻറ്റു ഡെൽറ്റ. മെയിൻ ബേസിക് ഇക്വേഷനാണ്. രണ്ട് ഹോളും തമ്മിലുള്ള ഡിസ്റ്റൻസ് λg/4 ആണെന്ന് പറഞ്ഞു. സോ ആ ഒരു വേവ് വന്നു ഒരു λg/4 ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടാണ് ഫോർത്ത് പോർട്ടിലേക്ക് റീച്ച് ചെയ്യുക. സോ നമ്മുടെ ഡെൽറ്റ എന്ന് പറയുന്നത് λg/4. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫേസ് എന്ന് പറയുന്നത് π/2. സോ ഫസ്റ്റ് ഹോളിൽ കൂടി ട്രാവൽ ചെയ്ത് വരുന്ന വേവ് ഫോർത്ത് പോർട്ടിലെത്തുമ്പോൾ ഒരു π/2 ഫേസ് ചേഞ്ച് ഉണ്ടാകും. സെയിം വേ അതേ സിഗ്നൽ തന്നെ λg/4 ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടാണ് സെക്കൻഡ് ഹോളിൽ കൂടി എക്സിറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഫേസ് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 2π/λg ഇൻറ്റു ഡെൽറ്റ. ഡെൽറ്റ എന്ന് പറയുന്നത് λg/4 ആണ്. സോ ഇതിൻ്റെയും ഫേസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ π/2. ദാറ്റ് മീൻസ് ഫോർത്ത് പോർട്ടിലെത്തുന്ന രണ്ട് വേവും, ഫസ്റ്റ് ഹോളിൽ കൂടി ട്രാവൽ ചെയ്തെത്തുന്ന വേവും സെക്കൻഡ് ഹോളിൽ കൂടി ട്രാവൽ ചെയ്തെത്തുന്ന വേവിൻ്റെയും ഫേസ് എന്ന് പറയുന്നത് സെയിം ആണ്. ദാറ്റ് മീൻസ് ദേ ഗെറ്റ് ആഡഡ് അപ്പ്. അപ്പോൾ അതാണ് പോർട്ട് 1-ൽ ഒരു ഇൻപുട്ട് കൊടുത്താൽ ഫോർത്ത് പോർട്ടിൽ നമുക്ക് കപ്പിൾ ചെയ്ത് ഔട്ട്പുട്ട് ഉണ്ടാകും എന്ന് പറയുന്നത്. ഇതാണ് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്. ഇനി പോർട്ട് 1-ൽ ഒരു ഇൻപുട്ട് കൊടുത്താൽ പോർട്ട് 3-ൽ നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആണ്. സോ ആ ഒരു കേസാണ് നമ്മൾ നോക്കുക. സെയിം വേ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ എക്സ്പ്ലനേഷൻ. ഫസ്റ്റ് ഇൻസിഡൻറ്റ് പവർ പോർട്ട് 1-ൽ കൂടി ട്രാവൽ വരുന്നു. PI എന്ന് പറയുന്ന പവർ ഇൻസിഡൻറ്റ് പവറിന് ഫസ്റ്റ് ഹോളിൽ കൂടി എക്സിറ്റ് ചെയ്യും. ഫസ്റ്റ് ഹോളിൽ കൂടി എക്സിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ആ ഒരു ഹോൾസിൻ്റെ ഡിസ്റ്റൻസ് ഒന്നും ട്രാവൽ ചെയ്യുന്നില്ല, ജസ്റ്റ് വരുന്നു, ആദ്യമേ തന്നെ ഹോളാണ് കാണുന്നത്. സോ ആ ഫസ്റ്റ് ഹോളിൽ കൂടി എക്സിറ്റ് ചെയ്യുന്നു. സോ അതിന് ഫേസ് ഷിഫ്റ്റ് ഒന്നുമില്ല. വരുന്ന വേവ് എന്താണോ അത് ആ ഒരു ഹോളിൽ കൂടി ട്രാവൽ ചെയ്ത് എക്സിറ്റ് ചെയ്യുന്നു. ദെൻ അടുത്തത് സെക്കൻഡ് ഹോളിൽ കൂടിയാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ നോക്കുക, ഇൻസിഡൻറ്റ് പവർ വരുന്നു, ഒരു λg/4 ഡിസ്റ്റൻസ് അത് കവർ ചെയ്യുന്നു. λg/4 ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടാണ് സെക്കൻഡ് ഹോളിലേക്ക് അത് റീച്ച് ചെയ്യുക. സെക്കൻഡ് ഹോളിൽ നിന്ന് തേർഡ് പോർട്ടിലേക്ക് എത്തുമ്പോൾ എത്താൻ വേണ്ടി അതിനൊരു λg/4 ഡിസ്റ്റൻസ് കൂടി കവർ ചെയ്യണം. അതാണ് ഒരു റെഡ് ലൈനിൽ ഫോർവേഡ് പാത്തിൽ റെഡ് ലൈനിൽ കാണിച്ചിട്ടുള്ളത് ഒരു λg/4 ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നു. ദെൻ റിട്ടേൺ പാത്തിലും അതേ λg/4 ഡിസ്റ്റൻസ് അത് കവർ ചെയ്താൽ മാത്രമാണ് പോർട്ട് 3-ലേക്ക് എത്താം. അതാണ് λg/4 പ്ലസ് λg/4 ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടാണ് ഈ വേവ് പോർട്ട് 3-ലേക്ക് എത്താം. ചെയ്ത് നോക്കാം. സോ ഫൈ എന്ന് പറയുന്നത് 2π/λg ഇൻറ്റു ഡെൽറ്റ. ഡെൽറ്റ എന്ന് പറയുന്നത് 2λg/4 ആണ്. ദാറ്റ് മീൻസ് ഫേസ് എന്ന് പറയുന്നത് പൈ ആണ്. എന്ന് വെച്ചാൽ പോർട്ട് 3-ൽ ഫസ്റ്റ് ഹോളിൽ കൂടി എത്തുന്ന വേവിൻ്റെ ഫേസ് എന്ന് പറയുന്നത് ചേഞ്ച് ഒന്നുമില്ല, 0 ഡിഗ്രിയാണ്. സെക്കൻഡ് ഹോളിൽ കൂടി ട്രാവൽ എത്തുന്ന വേവ് എന്ന് പറയുന്നത് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റഡ് ആണ്. ദാറ്റ് മീൻസ് രണ്ട് വേവും ഔട്ട് ഓഫ് ഫേസ് ആണ്. സോ ദേ ഗെറ്റ് ക്യാൻസൽ ആവും. ദാറ്റ് മീൻസ് അവിടെ വരുന്ന പവർ എന്ന് പറയുന്നത് ഐഡിയലി 0 ആയിരിക്കും. ഇതാണ് ആ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഫോർവേഡ് പാത്ത് ആണ് ആ ഒരു റെഡ് ലൈനിൽ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. അതേ വേവ് തന്നെയാണ് റിട്ടേൺ പാത്തിൽ വേറൊരു കളർ വെച്ച് കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഒരു ഗ്രീൻ കളർ വെച്ചിട്ടാണ് ആ ഒരു റിട്ടേൺ പാത്ത് കാണിച്ചിട്ടുള്ളത്. സോ ഫോർവേഡ് പാത്തിൽ λg/4 ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നു. റിവേഴ്സ് പാത്തിലും ആ λg/4 കവർ ചെയ്താൽ മാത്രമാണ് അതിന് പോർട്ട് 3-ലേക്ക് എത്താൻ പറ്റുക. അങ്ങനെയാണ് 2λg/4 ഡിസ്റ്റൻസ് അത് കവർ ചെയ്യുക.
സോ ഇത്രയാണ് ടു ഹോൾ ഡയറക്ഷണൽ കപ്ലറിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്.